ഒന്നിച്ച് നേരിടാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവായി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇ ഡി തന്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല, മകളോട് മാത്രമാണ് ഇ ഡി ചോദ്യങ്ങൾ ചോദിച്ചതെന്ന്. അപ്പോൾ എന്തിനായിരുന്നു ആ പ്രതിഷേധ സമരമെന്ന് അവിടേക്ക് പോയ സഖാക്കൾ ഉറപ്പായിട്ടും ആലോചിക്കുന്നുണ്ടാകാം. നമുക്കറിയാം 26 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 26 പേർ അറസ്റ്റിലാകുമ്പോൾ സാധാരണ പ്രവർത്തകരാണ്, പാവപ്പെട്ട പ്രവർത്തകരാണ്. അതിൽ ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പ്രവർത്തകർ കൂടിയുണ്ട്. നമുക്കറിയാം ഈ പ്രവർത്തകരുടെ വീടുകളിൽ നേതാക്കൾ പോകുമ്പോൾ ശിവൻകുട്ടി പോയൊരു വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടാണ്. അത്രയ്ക്കും ദാരിദ്ര്യത്തിൽ കഴിയുന്ന, പാർട്ടി എന്ന് വെച്ചാൽ ജീവനെന്ന് കരുതുന്ന ഒരുപാട് സഖാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സഖാക്കൾക്ക് നേരെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തുന്നത്. കാരണം അവർക്കെങ്കിലും കൃത്യമായി മറുപടി നൽകണം. ഇത് എന്ത് കേസാണ് എന്ന് ഈ പാർട്ടി പ്രവർത്തകരോട് എന്നും വിശദീകരിക്കാനെങ്കിലും പാർട്ടിക്ക് ബാധ്യതയുണ്ട്. എന്തിനാണ് MA ബേബി ഇ ഡിയുടെ ഓഫീസിലേക്ക് പോയി പോലീസ് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് MA ബേബി എന്ന പോലെ ഒരു മുതിർന്ന നേതാവിന് അങ്ങനെ പോകേണ്ടി വന്നത്? അപ്പോൾ ആരെ സംരക്ഷിക്കാനാണെന്ന ചോദ്യമാണ്. പിണറായി വിജയൻ ഇതിൽ റോൾ ഇല്ല എങ്കിൽ എന്തിനാണ് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇത്രത്തോളം നടപടികളിലേക്ക് പോയത്? ഇന്നിപ്പോൾ ചർച്ചകളിൽ പോലും ഈ വിഷയം വിശദീകരിക്കാനോ പ്രതികരിക്കാനോ പാർട്ടി തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത് വീണയുടെ കേസാണ്, വീണ അതുമായി പൊയ്ക്കോട്ടെ, ഞങ്ങൾക്കതിൽ റോളില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് വിശദീകരിക്കണമെന്നേ. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ പല രൂപത്തിൽ ഇപ്പോൾ വേട്ടയാടൽ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ഇങ്ങോട്ട് വിളിച്ച സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇങ്ങോട്ട് വരട്ടെ കേന്ദ്ര ഏജൻസി എന്ന് കത്തെഴുതിയത് പിണറായി വിജയനാണെന്നേ. പിണറായി വിജയൻ പറഞ്ഞ പ്രകാരമാണ് വന്നത്. പിന്നീട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയുണ്ടായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലായി കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്ന രീതി നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയ കാര്യം, ഇതൊന്നും ആശാസ്യമായ കാര്യം തന്നെയല്ല, അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. പക്ഷേ ആ ഒരു പ്രവണത ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിന്റെ ഈ കർത്തയിൽ നിന്ന് മാത്രമാണോ? പല രൂപത്തിലും പല വ്യവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഒക്കെ ഈ രൂപത്തിൽ പണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നുണ്ടാകാം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ധാർമ്മികതയെ പരിശോധിക്കേണ്ട കാര്യമാണ്. അന്വേഷണം ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് പോയിട്ടില്ല. അവസ്ഥയ്ക്ക് പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. ആ രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കേസ് ഇതാണ്. ഈ കേസിൽ കൃത്യമായ മറുപടികൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്.